ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ കോണിക് സെക്ഷൻ എന്ന സെക്ഷനാണ് എടുക്കുന്നത്. കോണിക് സെക്ഷനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് എന്ന രണ്ട് ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. നമുക്കറിയാം, ചിലർക്കെങ്കിലും ഈ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന സബ്ജക്റ്റിൽ കുറച്ച് ടഫായ അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് കോണിക് സെക്ഷനും കർവ്സും അതുപോലെ തന്നെ പ്രൊജക്ഷനും. ഓക്കെ, അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് കോണിക് സെക്ഷൻ. അതാണ് നമ്മളിന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. പൂർണ്ണമായിട്ടും കാണണം, എന്നാലേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ കോൺ സെക്ഷൻ, കോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്ക് എങ്ങനെയാണ് ഒരു കോൺ ഫോം ചെയ്യുന്നത്? നമുക്ക് ആദ്യം ഒരു സർക്കുലർ കോൺ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആ വീഡിയോയിൽ എന്തോന്നൊക്കെ പറയുന്നുണ്ടോ? ആദ്യം ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ദെൻ അതിലൊന്ന് ഒരു റൈറ്റ് സർക്കുലർ കോൺ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു റൈറ്റ് സർക്കുലർ കോൺ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അത് വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, റൈറ്റ് സർക്കുലർ കോൺ ഇതുപോലൊരു കോണാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഈ ഒരു പോർഷനെ നമുക്ക് എന്ത് വിളിക്കാടാ? ഈ പോർഷനെയാണ് എന്തോന്ന് പറയുന്നത്? അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയും. ഓക്കെ, എന്താണടാ? അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയും. അതുപോലെ ഈ സൈഡ്, ഈ ഒരു കോണിക് ഷേപ്പിൻ്റെ സൈഡിനെ നമ്മൾ ജനറേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ജനറേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ജനറേറ്റർ. ഇപ്പോൾ ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ആ ജനറേറ്റേഴ്സാണ് കോണിൻ്റെ സർഫേസിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഒരു കോണിൻ്റെ സർഫേസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റ് ആണല്ലേ. ആ ഒരു ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പെക്സ് എന്ന ടേം കൊണ്ട് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇതിന് എന്തോന്ന് നമ്മൾ പറയുന്നു? ഈ പോയിന്റിനാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കർവിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ആയിട്ടുള്ള കർവിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ബേസിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു പോയിന്റും അതേപോലെ തന്നെ നമ്മുടെ അപ്പെക്സിൻ്റെ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസിൻ്റെ സെൻറ്ററും അപ്പെക്സ് എന്ന പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് കർവ്. ഈ ക്ലോസ്ഡ് കർവിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അപ്പെക്സിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിളിനെ എന്താണ് പറയുന്നതാ? അപ്പെക്സ് കോൺ അല്ലെങ്കിൽ വെർട്ടെക്സ് കോൺ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പെക്സ് കോൺ അല്ലെങ്കിൽ വെർട്ടെക്സ് കോൺ എന്നൊക്കെ പറയും. ഇനി നമ്മുടെ ഈ ആക്സിക്സും ജനറേറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ എന്തോന്ന് പറയുന്നു? സെമി കോൺ ആംഗിൾ അല്ലെങ്കിൽ സെമി വെർട്ടെക്സ് ആംഗിൾ എന്നൊക്കെ പറയും. ഓക്കെ, സെമി കോൺ ആംഗിൾ, സെമി വെർട്ടെക്സ് ആംഗിൾ എന്നൊക്കെ പറയും. ഓക്കെ, അത് ഏതൊക്കെയാണ്? ആക്സിസും ജനറേറ്ററും തമ്മിലുള്ള ആംഗിളിനെയാണ് സെമി കോൺ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പെക്സിലുള്ള ഈ ഒരു ടോട്ടൽ ആംഗിളിനെയാണ് എന്തോന്ന് പറയുന്നതടാ? അപ്പെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു കോൺ. ഓക്കെ, ഈ ഒരു കോണിനെ ഒന്നുകൂടെ വരയ്ക്കാം. ഇതൊരു കോണാണ്. ഇത് അതിൻ്റെ രണ്ട് ജനറേറ്റേഴ്സ് ആണ്. ഇത് അതിൻ്റെ ആക്സിസ് ആണ്. ഈ ആക്സിസ് നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഈ ആക്സിസ് ഇവിടെ 90 ഡിഗ്രിയിലാണ് മേക്ക് ചെയ്യുന്നത് അല്ലേ. ഇവിടെ 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നു. എന്തോന്ന് പറയുന്നതാ? റൈറ്റ് സർക്കുലർ കോൺ. ഓക്കെ, റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്, അതായത് ഈ ആക്സിസ് ബേസുമായിട്ടുള്ള, അതായത്
ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിൻ്റെ സെൻറ്ററും അപ്പെക്സും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. ആ ആക്സിസ് ബേസുമായിട്ട് 90 ഡിഗ്രി ആംഗിളാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തോന്ന് പറയുന്നു? റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ഓക്കെ, റൈറ്റ് സർക്കുലർ കോൺ. ഇനി അതർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് ആക്സിസ് ഇങ്ങനെയാണ് ആക്സിസ് ഇരിക്കുന്നത്, ഇവിടെ നമ്മുടെ കോണിൻ്റെ ബേസ് ഉണ്ട്, ഇത് അതിന് ജനറേറ്റേഴ്സാണ്. ഓക്കെ, ഇതാണ് ആ ഇൻക്ലൈൻഡ് ആക്സിസ് അതർ ദാൻ, അതായത് ഇവിടുത്തെ ഈ ആംഗിൾ ആക്സിസും ബേസുമായിട്ടുള്ള ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ എന്തോന്ന് പറയുന്നടാ? ഒബ്ലീക്ക് സർക്കുലർ കോൺ എന്ന് പറയുന്നു. എന്തോന്ന് പറയുന്നടാ? ഒബ്ലീക്ക് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ഒബ്ലീക്ക് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി ആയാൽ ആക്സിസും ബേസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ആക്സിസും ബേസും തമ്മിലുള്ള ആംഗിൾ അതർ ദാൻ 90 ഡിഗ്രി ആയാൽ ഒബ്ലീക്ക് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ആക്സിസ്, അതായത് നമ്മുടെ ഈ ഒരു ബേസ്, ഓക്കെ, ഈ ബേസിന് പാരലായിട്ട് നമ്മൾ എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളവിടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിൾ പോലെ ഫോം ചെയ്യും. ഓക്കെ, ടോപ്പ് വ്യൂവിൽ നമുക്കതൊരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു മോഡലിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു മോഡലിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഇതിനെ നമ്മൾ എന്തോന്ന് പറയുന്നതാ? ഫ്രസ്റ്റം എന്നാണ് പറയുന്നത്. എന്തോന്ന് പറയുന്നതാ? ഫ്രസ്റ്റം. ഓക്കെ, ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ പാരലായി കട്ട് ചെയ്യുന്നു. അതായത് ഇതാണ് റൈറ്റ് സർക്കുലർ കോൺ. ഓക്കെ, ഇതാണ് റൈറ്റ് സർക്കുലർ കോൺ. ബേസ്, ഇതാണ് ബേസ്. ഈ ബേസിനെ പാരലായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യുന്നു. ബേസിന് പാരലൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലെയിനിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. ഇതിനെയാണ് എന്തോന്ന് പറയുന്നത്? ഫ്രസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രസ്റ്റം. ഇനി ട്രങ്കേറ്റഡ് കോൺ എന്നൊരു ടേം ഉണ്ട്. ഈ ട്രങ്കേറ്റഡ് കോൺ എന്ന് പറയുന്നത് അതർ ദാൻ 90 ഡിഗ്രി പറഞ്ഞല്ലോ നമ്മൾ. അതർ ദാൻ 90 ഡിഗ്രി പറഞ്ഞു. ഈ അതർ ദാൻ 90 ഡിഗ്രിയിലുള്ള കോണിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ഫ്രസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏകദേശം ഷേപ്പ് ഈ ഒരു ഷേപ്പിൽ വരും. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്? ട്രങ്കേറ്റഡ് കോൺ എന്ന് പറയുന്നു. ഓക്കെ, ട്രങ്കേറ്റഡ് കോൺ എന്ന് പറയുന്നു. അപ്പോൾ എന്തോന്നൊക്കെ നമ്മൾ പറഞ്ഞു? കോണെന്ന് പറഞ്ഞാൽ കോണിൻ്റെ ടോപ്പിലുള്ള പോർഷൻ, അതായത് അപ്പെക്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് പോയിന്റ് ആണല്ലേ. കോണിലുള്ള ഒരു ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? അപ്പെക്സ് എന്ന് പറയുന്നത്. ഇനി ബേസ് പോർഷൻ, അതായത് ബോട്ടം പോർഷനെ നമ്മൾ ബേസ് എന്ന് പറയുന്നു. ആ ബേസ് എന്തായിരിക്കും? ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ഓക്കെ, ബേസ് എന്തായിരിക്കും? ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ആ ബേസിൻ്റെ സെൻറ്റർ മുതൽ അപ്പെക്സ് വരെയുള്ള ലൈനിനെ നമ്മൾ ആക്സിസ് എന്ന് പറയുന്നു. ഈ രണ്ട് സൈഡിനെയും നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നു. ഈ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, അത് ഫോം ചെയ്തിട്ടാണ്, അതായത് ആ ജനറേറ്ററാണ് കോണിൻ്റെ സർഫേസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ജനറേറ്റേഴ്സാണ് കോണിൻ്റെ സർഫേസിനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ആക്സിസും ബേസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയാൽ അതിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നു. അതുപോലെ അതർ ദാൻ 90 ഡിഗ്രി ആയാൽ ഒബ്ലീക്ക് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ഇനി റൈറ്റ് സർക്കുലർ കോണിനെ തന്നെ നമ്മൾ ബേസിനെ പാരലായിട്ട് കട്ട് ചെയ്ത്, ഇതാണ് ബേസ്, ആ ബേസിനെ പാരലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏത് ഷേപ്പാണ്? ഫ്രസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, ഫ്രസ്റ്റം എന്ന് പറയുന്നു. ദെൻ ഈ റൈറ്റ് സർക്കുലർ കോണിനെ തന്നെ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ് സർക്കുലർ കോണിനെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്? ട്രങ്കേറ്റഡ് കോണാണ്. ഓക്കെ, അതായത് റൈറ്റ് സർക്കുലർ കോണ് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ കട്ടിംഗ് പ്ലെയിൻ എങ്ങനെ വരും? ഈ ഒരു രീതിയിൽ വരുമല്ലേ, ഈ ഒരു രീതിയിൽ വരും. അങ്ങനെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് ട്രങ്കേറ്റഡ് കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് ഏത് ചെയ്യുമ്പോൾ കിട്ടുന്നത്? ഒബ്ലീക്ക് സർക്കുലർ കോണിനെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ട്രങ്കേറ്റഡ് കോണിൻ്റെ ഷേപ്പിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഈ ഒരു കോണിൻ്റെ കാര്യം പറഞ്ഞു. ഇതാണ് കോണ്. ഓക്കെ, ഈ കോണിൻ്റെ രണ്ട് ജനറേറ്റേഴ്സിനെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെയും നമുക്ക് ഇവിടെ ഒരു കോൺ ഫോം ചെയ്യും. ഓക്കെ, ഈ ഷേപ്പിന്, ഈ ടോട്ടൽ ഷേപ്പിനെ വിളിക്കുന്ന പേരാണടാ ഡബിൾ കോൺ എന്ന് പറയും. എന്തോന്ന് പറയുന്നടാ? ഡബിൾ കോൺ. ഓക്കെ, ഡബിൾ കോൺ എന്ന് പറയുന്നു. ഇനി ഈ ഡബിൾ കോണിൻ്റെ ഈച്ച് ഹാഫ് ഓഫ് എ ഡബിൾ കോൺ, ഓക്കെ, ഈച്ച് ഹാഫ് ഓഫ് എ ഡബിൾ കോണിനെ വിളിക്കുന്ന പേരാണ് എന്തോന്നടാ? നാപ്പെ എന്ന് പറയുന്നു. ഓക്കെ, നാപ്പെ, NAPPE. ഓക്കെ, അതെന്താണ്? ഈച്ച് ഹാഫ്. ഓക്കെ, ഈച്ച് ഹാഫ് ഓഫ് എ ഡബിൾ കോൺ ആണ്. ഈച്ച് ഹാഫ് ഓഫ് എ ഡബിൾ കോൺ. ഓക്കെ, ഈച്ച് ഹാഫ് ഓഫ് എ ഡബിൾ കോണിനെ വിളിക്കുന്ന പേരാണ് എന്തോന്നു? നാപ്പെ, NAPPE. ഓക്കെ, അപ്പോൾ അത്രയും ടൈം നിങ്ങൾ ഓർത്ത് വച്ചിരിക്കണം. ദെൻ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ടൈപ്സ് ഓഫ് കോൺ. ടൈപ്സ് ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എ കോൺ ഈസ് സർഫേസ്. കോൺ ഈസ് എ സർഫേസ് generated by the rotation of straight line where one end is contact with a fixed point while the other end is in contact with a closed curve. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ മുകളിൽ പറഞ്ഞതും ആ വീഡിയോയിൽ കണ്ടതും അല്ലേ. ഇവിടെ എ കോൺ ഈസ് എ സർഫേസ് ജനറേറ്റഡ് ബൈ ദ റൊട്ടേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ആ ഒരു നമ്മുടെ വീഡിയോയിൽ കണ്ടതുപോലെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഒരു കോൺ ഫോം ചെയ്യുന്നത്. അവിടെ വെയർ വൺ എൻഡ് ഈസ് കോണ്ടാക്ട് വിത്ത് എ ഫിക്സഡ് പോയിന്റ്. ഒരു എൻഡ് ഒരു ഫിക്സഡ് പോയിന്റിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തോന്ന് പറഞ്ഞതാ? അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആ ഫിക്സഡ് പോയിന്റിനെയാണ് അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറഞ്ഞത്. വൈൽ ദ അതർ എൻഡ് ഈസ് കോണ്ടാക്ട് വിത്ത് എ ക്ലോസ്ഡ് കർവ്. ആ ക്ലോസ്ഡ് കർവ് ഏതാണ്? ആ ക്ലോസ്ഡ് കർവിനെയാണ് എന്തോന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കോൺ എന്ന് പറയുന്നത്. ഇനി ഈ കോണിൽ തന്നെ കോണിലുള്ള ബാക്കി കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ആക്സിസ് ആണ് ആദ്യത്തെ കാര്യം. ആക്സിസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സെൻറ്ററും ബേസിൻ്റെ സെൻറ്ററും അപ്പെക്സും തമ്മിലുള്ള ലൈനിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. എന്നാണ് നമ്മുടെ ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ബേസ് ആൻഡ് അപ്പെക്സ് ഓഫ് എ കോൺ. ഓക്കെ, അത് ഇപ്പോൾ ഇതൊരു കോണാണെങ്കിൽ ബേസിൻ്റെ സെൻറ്റർ ഇതാണ്, അപ്പെക്സ് ഈ പോയിൻ്റാണ്. ഈ അപ്പെക്സും ബേസിൻ്റെ സെൻറ്ററും തമ്മിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിക്സ് എന്ന് പറഞ്ഞാൽ എ കർവ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് ദ സെക്ഷൻ കെപ്റ്റ് അറ്റ് ഡിഫറൻറ്റ് ഇൻക്ലിനേഷൻ വിത്ത് ദ ആക്സിസ് ഓഫ് കോൺ. അതായത് കോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പഠിച്ചത് റൈറ്റ് സർക്കുലർ കോണാണ്. അതുപോലെ തന്നെ ഒബ്ലീക്ക് സർക്കുലർ കോൺ പഠിച്ചു, ഫ്രസ്റ്റം എന്താണെന്ന് പഠിച്ചു, ട്രങ്കേറ്റഡ് കോൺ പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? ഡബിൾ കോൺ പഠിച്ചു. അതുപോലെ തന്നെ ഈച്ച് ഹാഫ് ഓഫ് ഡബിൾ കോണിനെ എന്തോന്ന് പറയുന്നു? നാപ്പെ എന്ന് പറയുന്നു. ഓക്കെ, ഇനി കോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് സർക്കുലർ കോണിനെ, ഓക്കെ, റൈറ്റ് സർക്കുലർ കോൺ ഏതാണ്ടാ? റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതാണ്? നമ്മുടെ ആക്സിസും ബേസും തമ്മിൽ 90 ഡിഗ്രി മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തോന്ന് പറയുന്നു? റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ഓക്കെ, ഇത് ബേസ് ആണെങ്കിൽ ഇത് സെൻറ്റർ ആണ്. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയാൽ അതിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നു. ഈ റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ചിട്ട് ഡിഫറൻറ്റ് ഷേപ്പിൽ, ഓക്കെ, ഇപ്പം ഞാനൊരു സെക്ഷൻ പ്ലെയിൻ ഞാനിവിടെ ഒരു ലൈനായിട്ട് കാണിക്കുകയാണ്. ഈ ഒരു ഇതേപോലെ ഡിഫറൻറ്റ് ആംഗിളിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ ഡിഫറൻറ്റ് ആംഗിളിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, അതായത് ഡിഫറൻറ്റ് ഇൻക്ലിനേഷനിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ്ഡ് ഒബ്ജക്റ്റിനെയൊക്കെയാണ് കോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിക്സ് എന്ന് പറഞ്ഞാൽ എ കർവ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ് എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് ദ സെക്ഷൻ കെപ്റ്റ് അറ്റ് ഡിഫറൻറ്റ് ഇൻക്ലിനേഷൻ വിത്ത് ദ ആക്സിസ് ഓഫ് കോൺ. ഈ ഡിഫറൻറ്റ് ഇൻക്ലിനേഷനിൽ കട്ട് ചെയ്യുന്നത് എന്തിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും? ആ ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് കോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കർവാണ് കേട്ടോ. കർവിനെയാണ് കോർണിക്സ് എന്ന രീതിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കർവാണ്, അതായത് ഈ ഒരു റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ അതിൻ്റെ ആക്സിസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഡിഫറൻറ്റ് ഇൻക്ലിനേഷനിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? കുറേ കർവ്സാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിനെ പറ്റിയാണ് അതിൻ്റെ ടൈപ്സ് ആണ്
പഠിക്കുന്നത്. അപ്പോൾ ഈ കോണിക്സ് എന്ന് പറയാൻ ഡെഫിനിഷൻ ഓർക്കണം. എ കർവ് ഒബ്റ്റൈൻഡ് ബൈ കട്ടിങ് എ റൈറ്റ് സർക്കുലർ കോൺ. റൈറ്റ് സർക്കുലർ കോണിനെയാണ് കട്ട് ചെയ്യുന്നത്. എന്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു? അതിൻ്റെ ആക്സിസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഇൻക്ലിനേഷനിൽ നമ്മൾ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് കോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ആദ്യത്തേതാണ്, അതിൻ്റെ ടൈപ്സിൽ ആദ്യത്തെ 4 ടൈപ്സ് ഉണ്ട്. ഓക്കെ, 4 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സർക്കിളുണ്ട്, എലിപ്സ് ഉണ്ട്, പരാബോളയുണ്ട്, ഹൈപ്പർബോളയുണ്ട്. ഏതൊക്കെയുണ്ടടാ? സർക്കിളുണ്ട്, എലിപ്സ് ഉണ്ട്, പരാബോളയുണ്ട്, ഹൈപ്പർബോളയുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടതാണ് സർക്കിൾ. ഓക്കെ, സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും കട്ട് ചെയ്യേണ്ടത്? ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു റൈറ്റ് സർക്കുലർ കോൺ ആണല്ലേ. ഇത് അതിൻ്റെ ജനറേറ്റേഴ്സ് ആണ്, ഇത് അപ്പെക്സ് ആണ്, ഇത് അതിൻ്റെ ബേസ് ആണ്. ക്ലോസ്ഡ് കർവിനെയാണ് ബേസ് എന്ന് പറഞ്ഞു. ഇനി ഇത് അതിൻ്റെ ആക്സിസ് ആണല്ലേ. നമുക്ക് ഈ ഒരു സർക്കിൾ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം? ബേസിന് പാരലലായിരിക്കണം. ഓക്കെ, ബേസിന് പാരലലായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ബേസിന് പാരലലായിരിക്കണം, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്ടാ? സർക്കിളാണ്. ഓക്കെ, സെക്ഷൻ പ്ലെയിൻ കട്ട് പാരലൽ ടു ദ ബേസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ബേസിന് പാരലൽ ആയിരിക്കണം, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു സർക്കിൾ ഇവിടെ കിട്ടുന്നത്. ആ ഒരു സർക്കിളിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമുക്ക് സർക്കിൾ കിട്ടുന്നത്. ദെൻ അടുത്തതാണ് എലിപ്സ്. എലിപ്സിനെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതാ? ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് എലിപ്സ്, ഇതാണ് നമ്മുടെ ആക്സിസ്. അപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ അതിൻ്റെ ജനറേറ്റേഴ്സ് ആണല്ലേ. ഇതൊക്കെ അതിൻ്റെ ജനറേറ്റേഴ്സ് ആണ്. എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ പ്ലെയിൻ കട്ട് ഇൻക്ലൈൻഡ് ടു ദ ആക്സിസ്. ഇവിടെ ഇതാണ് ആക്സിസ്, ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കട്ട് ഓൾ ജനറേറ്റേഴ്സ്. ജനറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ജനറേറ്റേഴ്സിനെയും ഇവിടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് പരാബോള. പരാബോള എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഇത് അതിൻ്റെ ജനറേറ്റർ ആണെന്ന് പറഞ്ഞല്ലേ. ഈ ജനറേറ്ററിന് പാരലലായിരിക്കും. അതേപോലെ ഇവിടെ എല്ലാ ജനറേറ്ററിനെ കട്ട് ചെയ്യുന്നുണ്ടോ? അത് ഇല്ല. സോ പരാബോള എന്ന് പറയുന്നത് പാരലൽ ടു ജനറേറ്റർ. ഈ ഏതെങ്കിലും ഒരു ജനറേറ്ററിന്, ഓക്കെ, ഏതെങ്കിലും ഒരു എല്ലാ ജനറേറ്ററിനും പാരലലായിരിക്കത്തില്ല. ഈ ഒരു ജനറേറ്ററിന് ഇപ്പോൾ ഇവിടെ പാരലാണ്. ഓക്കെ, ഈ ഒരു ജനറേറ്ററിന് ഇവിടെ പാരലാണ്. അതുപോലെ ഡു നോട്ട് കട്ട് ഓൾ ജനറേറ്റർ. ഇവിടെ എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകണമായിരുന്നെങ്കിൽ അത് ഈ ഒരു ഷേപ്പിൽ എന്തായാലും വരണമായിരുന്നു. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്താലാണ് എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകുന്നുള്ളൂ. സോ അങ്ങനെ വരുന്നില്ല. അങ്ങനെ വരുന്നത് ഏതാണടാ? എലിപ്സ് ആണ്. ഓക്കെ, എലിപ്സിൽ എല്ലാ ജനറേറ്ററിനും ഇവിടെ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ അവിടെ പറഞ്ഞത്. അപ്പോൾ പരാബോള എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേറ്ററിന് പാരലലും ഡസ് നോട്ട് കട്ട് ഓൾ ജനറേറ്റർ. എല്ലാ ജനറേറ്ററിനും കട്ട് ചെയ്ത് പോകുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്? പരാബോള. ഓക്കെ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് പരാബോള കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഹൈപ്പർബോള. ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ് അല്ലേ. ആക്സിസ് ഇതാണ്. ഈ ആക്സിസിന് പാരലലും അതുപോലെ തന്നെ ബേസിന്, ഇതാണ് ബേസ്. ഓക്കെ, ബേസിന് പെർപെൻഡിക്കുലറും ആയിരിക്കും. അപ്പം ഹൈപ്പർബോള എന്താണ്? കട്ട് പാരലൽ ടു ആക്സിസ്. ആക്സിസിന് പാരലലും പെർപെൻഡിക്കുലർ ടു ദ ബേസ് ആയിരിക്കും. ആക്സിസിന് പാരലാണ്. ഇതാണ് ഹൈപ്പർബോള. ഓക്കെ, ആക്സിസിന് പാരലായിരിക്കും. അതുപോലെ തന്നെ ബേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏതാ? ഹൈപ്പർബോള. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു. സർക്കിൾ നമുക്ക് എങ്ങനെയാണ്? ബേസിന് പാരലലും ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടും കട്ട് ചെയ്താൽ നമുക്ക് സർക്കിൾ കിട്ടുന്നു. എലിപ്സ് എങ്ങനെയാണ്? എലിപ്സ് ആക്സിസിന് ഇൻക്ലൈൻഡും എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതേതാണടാ? എലിപ്സ് ആണ്. ഓക്കെ, എലിപ്സ് അതിൽ ഉണ്ട്. എല്ലാം എലിപ്സ് എല്ലാം. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എലിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ പരാബോള എങ്ങനെയാണ്? പരാബോള
ജനറേറ്ററിന് പാരലലായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്ത് പോകുന്നില്ല, എല്ലാ ജനറേറ്ററിനെയും കട്ട് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലുള്ളതാണ് പരാബോള. ഹൈപ്പർബോള എങ്ങനെയാണ്? ആക്സിസിന് പാരലലും അതുപോലെ തന്നെ ബേസിന് പെർപെൻഡിക്കുലറും. എങ്ങനെയാണ്? ആക്സിസിന് പാരലലും ബേസിന് പെർപെൻഡിക്കുലറുമായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്? ഹൈപ്പർബോള. ഓക്കെ, ഇത്രയാണ് നമ്മൾ കോണിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു റൈറ്റ് സർക്കുലർ കോണിനെ, ഓക്കെ, ഞാൻ ഇവിടെ ഒരു റൈറ്റ് സർക്കുലർ കോൺ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ ഈ ഒരു അപ്പെക്സ് മുതൽ ബേസ് വരെ ഈ ഒരു ആക്സിസിലൂടെ ത്രൂ ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, എന്തോന്ന് കിട്ടൂടാ? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടും. അതായത് അപ്പെക്സ് മുതൽ നമ്മുടെ ബേസ് വരെ, ഈ അപ്പെക്സ് എന്ന പോയിന്റിൽ നിന്ന് ബേസ് വരെ ഇങ്ങനെ ത്രൂ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടും. ആ ഒരു ഷേപ്പ് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്ഷൻ ഇപ്പോഴും കട്ട് ത്രൂ അപ്പെക്സ് ആൻഡ് ബേസ് ഓഫ് ദ കോൺ. അപ്പെക്സ് മുതൽ ത്രൂ ആയിട്ട് നമ്മൾ ബേസ് വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഏതാണെടാ? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അല്ലാതെ നമ്മൾ കോണിക് സെക്ഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോളയാണ്. അല്ലാതെ നമുക്കൊരു എക്സ്ട്രാ ഒരു ഷേപ്പ് കൂടെ കിട്ടുന്നതാണ്, അതുകൂടെ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഈ ഐസോസിലസ് ട്രയാങ്കിൾ ഏതാണ് ശരിക്കും? പോളിഗൺ ആണല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ പോളിഗൺ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു റൈറ്റ് സർക്കുലർ കോണിനെ ഇങ്ങനെ ഒരു അപ്പെക്സിൽ ത്രൂ ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിഗൺ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്റ്റ് എലിപ്സ്. അതായത് ഇത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം നോക്കി വച്ചിരുന്നാൽ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു എലിപ്സിനെ കൺസ്ട്രക്ട് ചെയ്യാവുന്ന മെത്തേഡ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ആദ്യത്തേതാണ് റെക്റ്റാങ്കിൾ മെത്തേഡ്, ദെൻ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്, കോൺജുഗേറ്റ് ഡയമീറ്റർ മെത്തേഡ്, ഫോർ സെൻറ്റർ മെത്തേഡ്, ആർക്ക് മെത്തേഡ്, എസെൻട്രിസിറ്റി മെത്തേഡ്, പിൻ ആൻഡ് സ്ട്രിങ് മെത്തേഡ്, പേപ്പർ ആൻഡ് ട്രാമൽ മെത്തേഡ്. ഓക്കെ, ഇത്രയും മെത്തേഡുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് വെച്ചിരുന്നാൽ മേ ബി ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇതിലേതാണോ ഇത് നമ്മുടെ എലിപ്സിന് കൺസിഡർ ചെയ്യാനല്ലാത്ത മെത്തേഡ് ഏതെന്നോ, ഇതിൽ അല്ലെങ്കിൽ കുറേ ഓപ്ഷൻ തന്നിട്ട് ഇതിലേതാണ് എലിപ്സിന് കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, മേ ബി ചിലപ്പോൾ ചോദിക്കാം. ദെൻ അടുത്തതാണ് നമ്മുടെ പരാബോള കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഏതൊക്കെയാണ് നോക്കാം. റെക്റ്റാങ്കുലർ മെത്തേഡുണ്ട്, പാരലലോഗ്രാം മെത്തേഡുണ്ട്, ടാൻജൻറ്റ് മെത്തേഡുണ്ട്, ഓഫ്സെറ്റ് മെത്തേഡുണ്ട്, ഓർഡിനേറ്റ് മെത്തേഡുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? റെക്റ്റാങ്കിൾ മെത്തേഡ്, പാരലലോഗ്രാം മെത്തേഡ്, ടാൻജൻറ്റ് മെത്തേഡ്, ഓഫ്സെറ്റ് മെത്തേഡ്, ഓർഡിനേറ്റ് മെത്തേഡ്. ദെൻ അതുപോലെ അടുത്തതാണ് ഹൈപ്പർബോള. ഹൈപ്പർബോള കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ്. റെക്റ്റാങ്കിൾ മെത്തേഡുണ്ട്, എസെൻട്രിസിറ്റി മെത്തേഡുണ്ട്, കോമ്പസ് മെത്തേഡുണ്ട്. ഏതൊക്കെയാണ്? റെക്റ്റാങ്കിൾ മെത്തേഡുണ്ട്, എസെൻട്രിസിറ്റി മെത്തേഡുണ്ട്, കോമ്പസ് മെത്തേഡുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതാണ് ഒരു ഫിഗർ ഞാനിവിടെ വരയ്ക്കാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇതൊരു എലിപ്സ് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, എലിപ്സ് ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ നമുക്കൊരു കുറച്ച് ടേംസ് ആണ് നോക്കാനുള്ളത്. ആദ്യത്തെ ടേം ആണെടാ, ഇതൊരു എലിപ്സ് ആണല്ലേ. ഈ ഒരു എലിപ്സിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനെയാണ്, ആ ഷേപ്പിനെയാണ് എന്തോന്ന് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോഡ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഒരു കോണിക് സെക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു കോണിക്കിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്? കോണിക് എന്ന്, അതിനെയാണ് കോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് കോഡ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട്. ഈ പോയിന്റുകളാണ് എന്തോന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. രണ്ടും ഫോക്കസ് പോയിന്റുകളാണ്. ഇനി ഈ കോഡ് നമ്മൾ ഈ പറഞ്ഞു കോണിക്കിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഏതെന്ന് പറഞ്ഞു? കോഡെന്ന് പറഞ്ഞു. ഈ കോഡ് ഈ ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഓക്കെ, കോഡ് ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തോന്ന് പറയുന്നു? ഫോക്കൽ കോഡ് എന്ന് പറയുന്നു. എന്തോന്ന് പറയുന്നതാ? ഫോക്കൽ കോഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു,
ഒരു എലിപ്സിൽ അല്ലെങ്കിൽ ഒരു കോണിക്കിൽ 2 പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിനെ കോഡെന്ന് പറയുന്നു. ആ കോഡ് ഫോക്കസ് എന്ന പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ എന്തോന്ന് പറയുന്നു? ഫോക്കൽ കോഡെന്ന് പറയുന്നു. ഇനി ഞാനിവിടെ ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ലൈനാണല്ലേ. ഈ ഒരു വലിയ ലൈനിനെയാണ് എന്തോന്ന് പറയുന്നത്? മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലൈനെയാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ മേജർ ആക്സിസിലോട്ട് നമ്മുടെ കോണിക്കിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കോണിക്കിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് എന്തോന്ന് പറയുന്നതാ? ഓർഡിനേറ്റ് എന്ന് പറയുന്നു. എന്തോന്ന് പറയുന്നതാ? ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കോണിക്കിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ എന്തോന്ന് പറയുന്നു? ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ഇനി ഈ ഓർഡിനേറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഓപ്പോസിറ്റ് കോണിക്കിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തോന്ന് പറയുന്നു? ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു. ആ ഓർഡിനേറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡുള്ള കോണിക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്തോന്ന് പറയുന്നു? ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നു. എന്തോന്ന് പറയുന്നതാ? ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഒരു കോണിക്കിലെ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ എന്തോന്ന് പറയുന്നു? കോഡെന്ന് പറയുന്നു. ആ കോഡ് തന്നെ ഫോക്കൽ പോയിന്റിലൂടെ കടന്നു പോയാൽ അതിനെന്തോന്ന് പറയുന്നു? ഫോക്കൽ കോഡെന്ന് പറയുന്നു. ദെൻ ഇതാണ് അതിൻ്റെ മേജർ ആക്സിസ്. ഈ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ കോണിക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ദെൻ ആ ഓർഡിനേറ്റ് ഡബിൾ ആയാൽ, അതായത് പ്രൊഡ്യൂസ്ഡ് ടു മീറ്റ് കോൺസ് ഓൺസ് അഗൈൻ, ഈ ഒരു ഓർഡിനേറ്റ് ഈ ഒരു കോണിക്കിനെ ഒരിക്കൽ കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്തോന്ന് പറയുന്നു? ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.